ഹലോ, പല്ലെടുത്തു. നമസ്കാരമൊന്നും പറയാൻ വയ്യ. വേദനയൊന്നുമില്ല, പക്ഷെ മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി എടുക്കാം. ഇവിടെ വീഡിയോ അലൗഡല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തന്നേ ഉള്ളൂ. എന്താ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അലർജി ടെസ്റ്റ് എടുത്തേക്കാണ്. അങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഐസ് ബോക്സ് അയ്യോ പോയി ഒന്നെടുത്ത് വെച്ചെന്നാണ്. ഐസ് ക്യൂബ് വന്നിട്ട് ഐസ് ക്യൂബ് വന്നിട്ട് പല്ലെടുത്തെടുത്ത് വയ്ക്കാൻ അങ്ങനെ വച്ചിരിക്കുകയാണ്. കോട്ടൺ വെച്ചിരിക്കണം. ബ്ലഡ് കോട്ടം എന്നിട്ട് ഒരു അരമണിക്കൂർ വച്ചേക്കാൻ പറയും. അങ്ങനെ വച്ചേക്കാണ്. വേദന ഒന്നുമില്ല കേട്ടോ. ഫുൾ മരവിച്ചൊന്നും അറിഞ്ഞൂടാ. ക്ഷീണം. അലർജി ടെസ്റ്റ് 2 ഇഞ്ചക്ഷൻ എടുത്ത് എന്നിട്ട് അലർജി ടെസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അടുത്തത്. അലർജി ഇല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ്. നീരുണ്ടോ? തള്ളിയിരിക്കണോ? 2 പല്ലെടുത്ത് വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. കോട്ടൺ വായിക്കാതിരിക്കണം. എന്താ സംസാരിക്കാൻ പറ്റുന്നില്ല. മരവിപ്പിച്ചുകൊണ്ട് ഒന്നും അറിഞ്ഞൂടാ. ഒന്നും മനസ്സിലാവില്ല. ഒട്ടും വേദന അടങ്ങില്ല കേട്ടോ. ഇനി നാളെ എങ്ങനെയാണെന്തോ. ഇതൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. ഇപ്പോഴാണ് ഞാൻ എൻ്റെ മുഖം കാണുന്നത്. ഐസ് ക്യൂബ് ഇത്രയും സമയം വച്ച് ഇപ്പം മാറ്റിയത് വെള്ളമായി. ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. ലിക്വിഡ് ഐറ്റംസ് ഹാർഡായിട്ടുള്ളത് കുറച്ചിട്ട് ലൈറ്റായിട്ടുള്ള കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കൊതിയൊന്നുമില്ല. ഹോട്ട് വാട്ടർ ഒഴിവാക്കാൻ പറഞ്ഞു. വേദന ഒട്ടും അറിഞ്ഞില്ല, പക്ഷെ മരവിച്ചിരിക്കുന്നു. ഞാൻ പിന്നെ അധികം വാ തുറക്കുന്നില്ല. തുറന്നു വേദന ഇല്ലാന്നും പറയും. നമ്മൾ അഹങ്കാരം കാണിച്ചല്ലേ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നല്ല ഇതായിട്ട് എടുത്ത് തന്നു കേട്ടോ. മുകളിലത്തെ പല്ല് ഒരു സെക്കൻഡ് കൊണ്ട് എടുത്ത്. താഴത്തത് കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. ഡ്രില്ലിങ് മെഷീൻ കൊണ്ടൊക്കെ ഡ്രില്ല് ചെയ്തൊക്കെ എഡിനെയൊക്കെ പൊടിക്കണുണ്ട്. കരിഞ്ഞൊരു മണമൊക്കെ വരണുണ്ട്. ഇങ്ങനെയൊക്കെ അവർ താഴത്തെ എടുക്കാൻ കുറച്ച് സമയം എടുത്തു. എന്തായാലും ഇനി ആ തലവേദനയില്ല. താഴെ സ്റ്റിച്ചുണ്ട്, മുകളിൽ സ്റ്റിച്ചൊന്നുമില്ല. താഴെ ഒരു 5 സ്റ്റിച്ച് എന്തുകൊണ്ട് അത് അടുത്ത ആഴ്ച എടുക്കാൻ വരാൻ പറഞ്ഞു. തളർന്നുപോയി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു ക്ഷീണം, അത് എടുത്തതിൻ്റെയൊക്കെ ഒരു ക്ഷീണം. പിന്നെ പാരസെറ്റമോള്, പിന്നെ സ്റ്റെറോയിഡ്, പിന്നെ നീരിനുള്ളതൊക്കെ ഇഞ്ചക്ഷൻ കുറേയൊക്കെ എടുത്തു. നീ പോണവരിക്കൊരു അടിപൊളി ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. ഇവിടെ അങ്ങ് ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ. മരവിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ അങ്ങ് തൊട്ടിട്ട് അറിഞ്ഞുകൂടാ. വെള്ളം കുടിച്ചില്ല, ബാഗിൽ കിടക്കായിരുന്നു. സ്ട്രോ ഇട്ടൊന്നും കുടിക്കല്ലെന്ന് പറയും. ഞാൻ സ്ട്രോ കൊണ്ടാണ് വന്നത്. സ്ട്രോ ഇട്ട് കുടിക്കണ്ട, ഇങ്ങനെ മുക്കി തന്നെ കുടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറഞ്ഞു. ലൈറ്റായിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ പറഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ ചവച്ചരച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് എഴുതി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം. വിശപ്പൊന്നുമില്ല. ഞാൻ കാരണം 2.5 ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് വിശപ്പൊന്നുമില്ല. ആ ചെയ്തെടുത്തെന്തോ ഒരു പ്രാണി വെച്ച് കടിച്ചു തന്നു കേട്ടോ. അലർജിയൊന്നുമല്ല. നമ്മൾ ജ്യൂസ് വാങ്ങിയ കയറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ബിരിയാണി കേട്ടോ. ഗൈസ്, മണമൊക്കെ കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബിരിയാണി എന്ന് പറഞ്ഞാൽ ചത്ത വീഴുന്ന ഞാനാണ്. എങ്ങനെ കടിക്കാൻ പറ്റില്ല, ചവയ്ക്കാൻ പറ്റില്ല. 2 ദിവസത്തേക്ക് ഇതായിരിക്കും അവസ്ഥ. ലിക്വിഡ് ഐറ്റംസ് മാത്രമായിരിക്കും. എനിക്ക് കഴിക്കണമെന്നും താല്പര്യമില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ബോഡിയിൽ വെയിറ്റ് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് ജ്യൂസ് എങ്കിൽ ജ്യൂസ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. ഒരുപാട് എനിക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പാട്ടിട്ട് ബഹളം വെച്ചെന്തൊക്കെയായിരുന്നു. ജ്യൂസ് വാങ്ങി. ഒന്നും അറിയാൻ പാടില്ല. ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടെ. എവിടെ കൂടെ കുടിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. മരവിച്ചിരിക്കണോണ്ട് ഒന്നും അറിഞ്ഞു.
ഈ പല്ലടക്കാൻ പോകുമ്പോ ഞാനല്ലാതെ വേറെ ആരെങ്കിലും വൈറ്റ് ടീഷർട്ട് ഇട്ട് വരുമോ? ചേട്ടന്മാരൊക്കെ നോക്കണത് എന്തോന്നു. ഒരു സൈഡ് അറിയാം, ഒരു സൈഡ് അറിയൂടാ. ഇവിടെ നല്ല മട്ടനും ബ്രെഡും കിട്ടുന്ന സ്ഥലമുണ്ട്. 2 ആഴ്ചത്തേക്ക് ഹാർഡായിട്ടൊന്നും കഴിക്കല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്കൊന്നും മരവിച്ചിരിക്കണോണ്ടായിരിക്കും സംസാരിക്കാൻ പറ്റണതേ. മരവിപ്പ് മാറുമ്പോ എങ്ങനെയൊന്നും അറിയണ്ട. വേദ ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നിട്ടാണ് പോയത്. ഈ പല്ലെടുത്തത് അവിടെ എന്താന്ന് വെച്ചാൽ കടിച്ചു തന്നു ചൊറിഞ്ഞിറങ്ങിയിരിക്കണം. ആഡന്റെ കൗണ്ടർ അടി കുറച്ച് കൂടേനെ, കുറച്ച് കൂടേനൊന്ന് കൗണ്ടർ അടി. അങ്ങനെ എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഈ തള്ളണ്ടല്ലോ, കപ്പയും മീൻകറിയും ചിക്കനും വെച്ചേക്കുന്നു. എന്ത് പറയാമെന്നും പറ. വാള മീൻകറിയും കപ്പയും ചിക്കനും അരച്ച് തട്ടിട്ടാന്ന് എനിക്ക്. അതുകൊണ്ടിരുന്ന് കഴിക്കുന്ന കാണിച്ചോളൂ. തിന്ന് ബാത്റൂമിൽ കിടക്കാൻ രണ്ടിന്. വേദപ്പോ വിളിച്ചിട്ടാ വാട്ടർ മെലൺ ഞാൻ 2-3 ദിവസമായി ഫ്രിഡ്ജിട്ട് വാങ്ങിച്ചു വെച്ചിരുന്നത്. ഇന്നെടുത്തോണ്ട് വന്നപ്പോൾ ചീത്ത ഞാൻ കളയി. ഒന്നുകൂടെ മുറി മരിച്ചിരിയും മീനും തിന്നോണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കരുതി ഞാൻ മരിച്ചിനി മീനും മലപ്പുറം വെച്ചതല്ല. മനോജുണ്ട്, പിന്നെ ചിലപ്പോൾ ചീമയും സച്ചിനും വരുമെന്ന് കരുതി. അപ്പം ഇഷ്ടമുള്ളവരും ഇഷ്ടമുള്ളത് തിന്നട്ടെന്ന് കരുതി. നീ വന്നതുകൊണ്ട് നിന്നെ കൊതിപ്പിക്കാനൊന്നുമില്ല. ജ്യൂസ് അടിക്കാം. പയ്യെ തിന്നു, ആ വിശ കാണിക്കാതെ. എത്ര സമയം ഇതും വെച്ചോണ്ട് ഞാൻ ഇരിക്കും. അങ്ങനെ എനിക്ക് ഇരുന്ന് തിന്നുക. ഊസടിക്കാൻ അത് പറ, അതിന് എന്നെ നമ്പർ എന്താ തിന്നാൻ പറ്റുന്നില്ല. അതാ വാട്ടർമെലൺ തിന്നാൻ നോക്കിയപ്പം തിന്നാൻ പറ്റണില്ല. പിന്നെ ജ്യൂസ് അടിക്കാൻ പറഞ്ഞു. ജ്യൂസ് അടിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഐസ്ക്രീം ഇരിക്കണമെന്ന്. പിന്നെ ഐസ്ക്രീം തിന്നാന്ന് കരുതി. എന്തെങ്കിലും തിന്നാൽ പോരെ. വേദനയൊന്നുമില്ല കേട്ടോ, പക്ഷെ ചവയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇത് നട്ട്സൊക്കെ ഉള്ള ഐസ്ക്രീം, അത് ചവയ്ക്കണ്ടേ അപ്പം. വൈകിട്ട് ഞാൻ കുടിക്കാം. പക്ഷെ അത് കുടിച്ചപ്പോൾ നല്ല ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. വേദനയല്ല, ഒരു മൊത്തത്തിൽ മരവിപ്പൊക്കെ മാറിയേ. എന്താ തുറക്കാൻ പറ്റില്ലടാ. അതിന് പല്ല് ശരിയായിട്ട് തുറന്നു കാണിച്ചു തരാം. ചിരിക്കണോ ദുഷ്ടേ? ആക്ച്വലി എനിക്ക് ഒട്ടും വയ്യ, മീൻസ് വേദനയൊന്നുമില്ല, പക്ഷെ ഫുള്ളൊരു ക്ഷീണവും. നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, ജ്യൂസ് മാത്രം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അധികം തുറക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. വേദനയൊന്നും ഇതുവരെ ഇല്ല. അനസ്തേഷ്യയുടെ ഇത് ഇപ്പോഴും നാക്കൊക്കെ മരവിച്ചിരിക്കുകയാണ്. അപ്പം മരവിപ്പ് പോകുന്നതിന് മുന്നേ അടുത്ത് പാരസെറ്റമോൾ കഴിക്കണം. പാരസെറ്റമോൾ ഇഞ്ചക്ഷനൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പെയിൻ അറിയുന്നില്ല. പക്ഷേ ഇതെനിക്ക് അത്യാവശ്യമായിട്ട്, വളരെ അത്യാവശ്യമായിട്ട് പറയണമെന്ന് തോന്നിയോണ്ട് പറയാണ്. കാരണം ഒരുപാട് വീഡിയോസിന് താഴെ ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ ദിവസമായിട്ട് കള്ളിക്കാട് വീഡിയോസ് കാണുന്നില്ല, കള്ളിക്കാട് പോകുന്നില്ലേ, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 പേരിങ്ങനെ എല്ലാ വീഡിയോസിന് താഴെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ വീണ്ടും 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 ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മറുപടി തരാൻ എത്തിയത്. എപ്പോഴും അവർ ഭയങ്കര ബിസിയാണ്, അതിനെക്കാട്ടി ബിസിയാണ് ഞാൻ. ഞങ്ങളുടെ തിരക്ക് കഴിയുമ്പോൾ അവിടെ പോവും, അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. എന്തേ പോവാത്ത എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ തിരക്ക് കഴിഞ്ഞ് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ തിരക്ക് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴോ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. വെറുതെ ഇനി കമൻറ്റ് ബോക്സിൽ കള്ളിക്കാട് വീഡിയോ എന്നത്
2-3 പേരാട്ടോ സ്ഥിരമായിട്ട് കമൻസ് ഇടുന്നുണ്ട്. 2-3 പേര്. എനിക്കറിയാം സ്നേഹം കൊണ്ടും നിങ്ങൾ അവർ മിസ് ചെയ്യുന്നതുകൊണ്ടും ഇടുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എപ്പോഴും നമുക്കത് കാണുമ്പോൾ നമുക്കതൊരു നമ്മൾ ഇത്രയും വീഡിയോസൊക്കെ ചെയ്തിട്ടും കള്ളിക്കാട് വീഡിയോസ് എന്ന് 1-2 പേരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ തിരക്കെല്ലാം കഴിയുമ്പോഴേക്കും എപ്പോഴാണോ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അവരിങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ. ഒട്ടും സംസാരിക്കാൻ വയ്യ. പക്ഷേ ഇതിന് ഇപ്പോൾ തന്നെ മറുപടി കൊടുക്കണമെന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി അത് മറന്നു പോകാൻ റിപ്ലൈ കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കമൻസ് ഇങ്ങനെ റീഡ് ചെയ്തിരുന്നപ്പോൾ വീണ്ടും കണ്ടു. അതുകൊണ്ടാണ് ഇപ്പം തന്നെ മറന്നു പോകുന്നതിന് മുന്നേ റിപ്ലൈ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. ചീമ ഇല്ലല്ല, എന്തിനാ ഈ കൊതുക് പാറ്റും വെച്ച് അടിച്ചോണ്ടിരിക്കണം? കടിക്കാനുള്ള കൊതുക് എല്ലാം കടിക്കും. ഒരുപാട് സംസാരിച്ചാലേ കൊതുക് തിരി കത്തിച്ചു പോയി. ആ കുന്നിട്ട് അടിച്ചോണ്ടിരിക്കണ നേരം കൊണ്ട് കൊതുക് തിരി കത്തിച്ചു വെച്ചാൽ നല്ല രസമുണ്ട്. മനുഷ്യനെ കടിക്കാനുള്ള കൊതുക് എല്ലാം കടിച്ചിട്ടാണ് പോണത്. സ്ട്രോ വെച്ച് കുടിക്കല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പല്ലെടുക്കുന്ന ഒരു സ്ട്രോ വെച്ച് കുടിക്കാൻ പാടില്ലേ. അവർ നമ്മൾ ആഫ്റ്റർ കെയർ ഒരു പേപ്പറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, നാളെ മുതൽ ഉപ്പുവെള്ളം പിടിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സ്ട്രോ വെച്ച് കുടിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും അറിയുന്നത്. ഞാൻ സ്ട്രോ ഒക്കെ കൊണ്ടുവന്നു, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ. ഓ ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നാളെ ഇനി എന്താവും അവസ്ഥയെന്ന് അറിയില്ല. ചെറിയ നീരുണ്ടല്ലേ, അതൊക്കെ വരും എന്ന് പറഞ്ഞു. നേരത്തെ അടിച്ച പൈനാപ്പിൾ ജ്യൂസ്, പക്ഷേ പൈനാപ്പിൾ അല്ലല്ല, അഴുവിയ വാട്ടർമെലൺ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ കുറച്ച് പാലൂടെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം, പിന്നീട് കുടിക്കാം. ഗുളിക ഉണ്ട്, ഗുളിക കഴിച്ചിട്ട് പിന്നെ ഒന്നും തിന്നാനൊന്നും പറ്റൂല. അപ്പോൾ അതിന് പകരം ജ്യൂസ് കുടിക്കും. ഇനി അതും കഴിവണം ഇതും കഴിവണം. ആ അതിപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒഴിക്കാൻ പറ്റണത്? അതിൽ തന്നെ വീഴും. ഇപ്പൊ എത്ര പാത്രം കഴിവാൻ, അരിപ്പ്, കപ്പ്, ഇതെല്ലാവർക്കും പറ്റുന്നതാണല്ലേ ഗൈസ്. ചിരിക്കാനും പറ്റില്ല, ചിരിയും പറഞ്ഞു. നിങ്ങളെ മോളെവിടെ ചീമ? ഒന്ന് സച്ചിൻ ഓഫാണ്. അവളുടെ അമേരിക്കയിൽ നിന്ന് എന്തോന്ന്, സച്ചിൻ അമേരിക്കൻ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം അമേരിക്കൻ ലീവുള്ള ദിവസങ്ങളിലെല്ലാം സച്ചിനും ലീവായിരിക്കും. അവർക്ക് നാളെ നാളെ ബ്ലാക്ക് ഫ്രൈഡേ, ഇന്ന് താങ്ക്സ് ഗിവിങ്, അതിൻ്റെ ഹോളിഡേ. അതുകൊണ്ട് ചീമ വന്നില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. നാളെ കഞ്ഞിയും പയറും, അത് മതി. നമ്മളെ കഞ്ഞിയും പയറും കുടിക്കൂല. നിങ്ങൾ എന്തോന്നൊക്കെ കാണിക്കണം. നമ്മളെ കിച്ചൺ ഇന്ന് പൊളിക്കും. വിവിനെ വിളിച്ചേക്കണം, വിവിന് വർക്കായിട്ടിരിക്കണ. ഇത് വന്നു, ചിമ്മിനി വന്നു. ചിമ്മിനി വെച്ചാലേ ബാക്കി ചെയ്യാൻ പറ്റൂ. എന്നോട് രാത്രിയെങ്കിലും വരണേന്ന് പറഞ്ഞു. അതിനായിരിക്കണ്ടേ. നല്ല ഉണങ്ങി. സീരിയസ് ആയിട്ടാണ് കൊതിപ്പിക്കല്ലേ. കുടിക്കണം, ബാക്കി ഞാൻ മതി മതി, കുറച്ച് മതി മതി മതി. ഡോക്ടർ പ്രോട്ടീനായിട്ട് പാലും മുട്ടയൊക്കെ കഴിക്കാൻ പറഞ്ഞു. മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല, പാല് ഒഴിക്കാം. അത് മതി മതി. ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ഞാൻ പിന്നീട് കുടിച്ചോളാം. കുടിക്കുമ്പോൾ ഫ്രിഡ്ജ് വെച്ച് തരാം. നാളെ വേദയ്ക്ക് ഇത് കൊണ്ടുണ്ടോ ലഞ്ച്? ഇവിടെ പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എടുത്തതിൻ്റെ ഒരു ഇത് മരവിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഇവിടെയൊക്കെ ഫുൾ മരവിപ്പ് മാറി, ഉള്ളിലെ മരവിപ്പ് മാറിയില്ല. നാക്കിനൊക്കെ മരവിപ്പ് ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. താങ്ക് ഗോഡ് എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അറിയിക്കാൻ പറ്റില്ല നിങ്ങളുമായിട്ട് നമ്മുടെ വിശേഷം. ഡെയിലി ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ, അതിൽ സന്തോഷമുണ്ട്. ഉച്ചയ്ക്കൊന്ന് ഉറങ്ങാൻ കിടന്നിട്ടെന്തോ ഉറക്കം വരുന്നില്ല. വേറെ ബുദ്ധിമുട്ട് വേദനയുടെ അല്ല, എന്തോ ഉറക്കം വന്നില്ല.
കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് പിന്നെ ഞാൻ എണീറ്റ് വന്നു. മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലേ. പക്ഷെ എനിക്ക് വേദനയല്ല, മൊത്തത്തിലൊരു ക്ഷീണം അത്രയേ ഉള്ളൂ. ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ, ബ്ലഡൊക്കെ ഒരുപാട് പോയല്ലേ, അതിൻ്റേതാവാം. മാതളം നല്ലതായിരിക്കും അല്ലേ. ഏട്ടനോട് മാതളം വാങ്ങിച്ചിട്ട് വരാൻ പറയാം. പിന്നെന്താണ്, പിന്നെന്താ പറയാൻ വന്നു. പാവം അമ്മയ്ക്ക് കാലൊന്നും ഒട്ടും വയ്യ കേട്ടോ. എപ്പോഴും എണീക്കും, ഇരിക്കും, വെള്ളം എടുക്കും, ചായ ഇടും, ജ്യൂസ് കുടിക്കും. ചായയൊക്കെ നല്ലതായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാവൂന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഒരു കാര്യം കാണിച്ചു തരാം. മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ്. മുറ്റം ഇല്ലാത്തതുകൊണ്ട് റോഡ് ഇറങ്ങി തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് സ്റ്റെപ്പൊന്നും ഇറങ്ങല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു വേറൊരു തരം ഭ്രാന്ത്. മുണ്ടിട്ടക്കറ് വേറൊരു ഭ്രാന്ത്. സ്റ്റെപ്പ് പോലും ഇറങ്ങല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് അവിടെ ഇറങ്ങി. മുറ്റം ഇല്ലാത്തത് കൊണ്ട് റോഡ് ഇറങ്ങി തൂക്കുന്നു. അവിടെ നിന്ന് അങ്ങേറ്റ് ഈ മതിൽ മുതൽ ആ മതിൽ വരെ 2 സൈഡും തൂത്ത് വൃത്തിയാക്കി. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വയ്യാതാകുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവർക്ക് വയ്യെങ്കിലും ഞാനും ചീമ പോലും സത്യം പറഞ്ഞാൽ അവിടെ കാണില്ല. ചീമ എപ്പോഴും അവിടെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ചീമ ഇവിടെ നാട്ടിലുള്ളത്. ഇനി മേ ബി അവളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ എവിടെയാണ് ഇനി പോകുന്നത്, വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എങ്കിലും വീണ്ടും ഇവരുടെ കാര്യമൊക്കെ നോക്കണത് ഞാൻ തന്നെയായിരിക്കും. അവളുണ്ടെങ്കിൽ അവളൊക്കെ കോഴ്സ് അവൾ ഉണ്ടാവും. പക്ഷെ ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് ഇവിടെ എല്ലാവർക്കും എപ്പോഴും വയ്യാതാവുന്നത്. അപ്പോൾ എനിക്ക് വയ്യാതായപ്പോഴും അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ് കൂടെ ഉള്ളത്. അതെപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമുക്ക് വയ്യാതാകുമ്പോൾ നമ്മുടെ പാരൻസല്ലേ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഡെയിലി വീഡിയോസിൻ്റെ കൂടെ ഇന്നും ഞാൻ പറ്റില്ല എന്നാണ് കരുതിയത്. പക്ഷേ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, വായൊക്കെ ഡ്രൈ ആയിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. വണ്ടി പോകണതാണ് ഞാൻ മിണ്ടാതിരുന്നത്. നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇനി എന്താണ് അനസ്തേഷ്യയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവിടുന്ന് ഇത്ര കുറ്റിക്കുള്ളൊരു പാരസെറ്റമോൾ പെയിൻ കില്ലറാണ് അടിച്ച് കയറ്റിയത്. അപ്പം അതിൻ്റെയൊക്കെ എഫക്റ്റ് കഴിയുന്നത് വരെ പെയിൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നാളെ വായ തുറക്കാൻ പറ്റുന്നു പോലും അറിയത്തില്ല. അതുകൊണ്ട് നാളെ ഒരു ദിവസത്തെ വീഡിയോയുടെ കാര്യവും എനിക്ക് പറയാൻ പറ്റില്ല. അത് നാളെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ മറ്റന്നാളൊക്കെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാം. നാളെ ഓക്കെ അല്ല എങ്കിൽ നാളെയും വീഡിയോ ഉണ്ടാവില്ല. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ 1.5 മണിക്കൂർ കൊണ്ട് 2 പല്ലും എടുത്തു. വേദന ഒട്ടും തന്നെ ഒരു ശകലം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വായൊക്കെ മരവിച്ചിരിക്കുന്നു, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷം ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇനി രാത്രി ഒരു പാൻടോപ്പ് ഉണ്ട്, അത് കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന 1 കപ്പോളം ഉണ്ട് കേട്ടോ ജ്യൂസ്. വാട്ടർമെലണും പാലും കൂടി ഒഴിച്ചതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്ക് ലിക്വിഡായിട്ട് കഴിക്കാൻ പറ്റും. ഓട്സും ഒക്കെ ഇരിപ്പുണ്ട്. അതൊന്നും എനിക്ക് വേണ്ട. ജ്യൂസ് കുടിക്കുക. കുറച്ച് ഉണങ്ങിയെങ്കിലും ചെയ്യുമല്ലോ ദൈവമേ. പക്ഷേ എന്താ പറയാൻ വന്നു. അപ്പോൾ അത് കഴിക്കും. പിന്നെ രാത്രി കിടന്ന് ഉറങ്ങും. കുറച്ച് ഒരു പെയിൻ കില്ലറും പിന്നെ സ്വെല്ലിംഗ് ഒന്നും വരാതിരിക്കാനുള്ളൊരു ടാബ്ലറ്റും ഉണ്ട്. ഈ രണ്ടും കൂടെ കഴിക്കുമ്പോൾ നമ്മുടെ കാര്യം ഓക്കെ ആവും. അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷം ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ.